Hello students, once again welcome to Team Legend online classes. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആയ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ബാക്കിയുള്ള ടീച്ചേഴ്സ് എടുക്കും. അപ്പോൾ ഞാൻ എടുക്കുന്നത് തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്ററിൻ്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് നല്ലപോലെ അറിയാം, കാരണം നമ്മൾ ഓൾറെഡി ലോവർ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 9th ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, 10th നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ what do you mean by current? What do you mean by current? Current is a flow of charges എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ടിവിറ്റി, ഞാൻ എഴുതുന്നില്ലത്, ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ടിവിറ്റി സബ്സ്റ്റൻസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3. മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് സബ്സ്റ്റൻസ്? കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കണ്ടക്ടേഴ്സ് ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടക്ടേഴ്സ് ദേ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സെമി കണ്ടക്ടേഴ്സ് വിൽ ഓൺലി പാർഷ്യലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി, വേറസ് ഇൻസുലേറ്റേഴ്സ് ഡസൻ കണ്ടക്ട്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ 3 ഡിവിഷൻ, അതായത് ഈ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, ഇതിനെ മൂന്നിനെയും നമ്മൾ കുറച്ചും കൂടെ അബ്രിവേറ്റഡ് ആയിട്ട് ബാൻഡ് ഡയഗ്രം ഒക്കെ വെച്ച് നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കും. ലാസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം, നമ്മൾ ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്, നമുക്കറിയാം അല്ലേ. കണ്ടക്ടേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് മുഴുവനും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് എന്താണെന്നാണ്. വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് കറണ്ട്? അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ചാർജസ് ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. അതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ, അതായത് +2 ലെവലിലുള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലോവർ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇലക്ട്രിക് കറണ്ട് എന്താണെന്നുള്ളത് പറയാം. ഇപ്പം ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് I എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാൽ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പഠിച്ചു ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I = Q/T ആണെന്ന് പറഞ്ഞു. ചാർജ് പെർ ടൈം നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതൊന്നു കൂടിയാണ് അല്ലേ. I = Q/T, ചാർജ് ബൈ ടൈം. ദാറ്റ് ഈസ് ഇലക്ട്രിക് കറണ്ട് ഇസ് ദ ഫ്ലോ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് ടൈം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ലെവലിൽ എഴുതിയാൽ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് ഈ ലെവലിൽ എഴുതിയാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ +2 ആയതുകൊണ്ട് നമ്മൾ കാൽക്കുലസ് മെത്തേഡിൽ എഴുതണം. ദാറ്റ് ഈസ് ഇലക്ട്രിക് കറണ്ട് ഇസ് ഡിഫൈൻഡ് ആസ് dQ/dt എന്ന് എഴുതണം. dQ/dt ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. ദാറ്റ് ഈസ് ഇലക്ട്രിക് കറണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി നമുക്ക് എഴുതി വെച്ചാൽ മതി dQ/dt. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഇക്വേഷൻ ഇറ്റ് സെൽഫ്, dQ/dt. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. നമുക്കറിയാം അതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണെന്ന് അറിയാം. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണെന്ന് അറിയാം. I = Q/T ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബ് ആണെന്നറിയാം. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് പറയും. കൂളോമിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണെന്ന് നമുക്കറിയാമല്ലോ, ലോവർ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 ആംപിയർ = 1 Coulomb/1 second. ഇതിനൊന്ന് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. 1 ആംപിയർ ഇസ് ദാറ്റ് മച്ച് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ വെൻ 1 Coulomb ചാർജ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ 1 second ഓർ യൂണിറ്റ് ടൈം. അതിനെയാണ് 1 ആംപിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇലക്ട്രിക് കറണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് കറണ്ട് ഇക്വേഷൻ ഇങ്ങനെ എഴുതാവൂ, I = dQ/dt ഫോമിൽ എഴുതാവൂ. അതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാം. A charge Q = 2t² - t² flows through a conductor at a time of 1 second. And what is the amount of charge, or find the magnitude of amount of current or the magnitude of the current flowing through the conductor.
എന്ന് പറഞ്ഞാൽ ചാർജ് തന്നിട്ടുണ്ട് Q = 2t² - t², ടൈം 1 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട്, ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് I എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയല്ലോ dq/dt എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ചാർജിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ, നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് കറണ്ട് കിട്ടും. നമുക്ക് ആദ്യമേ ചെയ്യാം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ d ഓഫ് ക്യൂവിന് പകരം എന്താ പറഞ്ഞത്? 2t² - t²/dt. ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റും, പെട്ടെന്ന് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. എന്നാലും നിങ്ങൾ പഠിച്ചിട്ട് ഡിഫറൻസിയേഷൻ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ +2 കൂടുതൽ വ്യക്തമായിട്ട് ഇനി പഠിക്കത്തേ ഉള്ളൂ മാത്തമാറ്റിക്സിൽ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഡിഫറൻസിയേഷൻ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്, 2 ടേംസ് ഉണ്ടായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ dt2/dt മൈനസ് ഓക്കെ dt² അല്ലായിരുന്നല്ലോ, തൽക്കാലം t² വേണ്ട, t മതി കേട്ടോ. അപ്പം dt/dt. അപ്പോൾ ഇതിനെ ഞാൻ ഇനി ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾക്കറിയാം ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ ആദ്യമേ പുറത്തെടുക്കുക, അതിന് ശേഷം ഡിഫറൻസിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതിയല്ലോ -dt/dt. ഇതെന്ത് ഫോമാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഫോം? നമ്മൾ ഈ ഫോം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇത് കിടക്കുന്നത് dx(n/dx) എന്ന ഫോമാണ്. dx(n/dx). അതിൻ്റെ ഫോം എങ്ങനെയായിരുന്നു? n × x⁻n−1 ആണ് വരും, അങ്ങനെ വരത്തുള്ളൂ, x⁻n−1. അപ്പോൾ ആ ഫോമാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ആ ഫോമിലോട്ടൊന്ന് എഴുതാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, 2 അതുപോലെ കിടപ്പുണ്ട്. ഇവിടെ t ആണ്, നമ്മുടെ എക്സിന് പകരമുള്ള ടേം t ആണ്, എന്നിന് പകരമുള്ളത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? × 2x⁻2 - 1 എന്ന് വരും. 2 - 1 എന്ത് വരും? 1 തന്നെ വരും. ഇവിടെ x അല്ല t. അങ്ങനെയാണെങ്കിൽ dt/dt 1 ആണല്ലോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് വരുന്നത് 4t - 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് കിട്ടിയ ഫോം എങ്ങനെയാ? 4t - 1. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിത് പറയുന്നുണ്ട് ചാർജ് ഫ്ലോ ചെയ്യുന്നത് 1 സെക്കൻഡ് ടൈമിലാണ്. അങ്ങനെയാണെങ്കിൽ ടൈം 1 സെക്കൻഡ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. t = 1 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I = 4 × 1 - 1 അല്ലേ? അപ്പോൾ 4 - 1 എത്ര? 3 ആംപിയർ. അപ്പോൾ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 3 ആംപിയർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്റർ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതി പോവുക. നോട്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. നമ്മൾ ആദ്യമേ ഹെഡിങ് കൊടുക്കുന്നു, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് കൊടുക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ടിവിറ്റി സബ്സ്റ്റൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റർ. അത് ചുമ്മാ എഴുതി വെച്ചിരുന്നാൽ മതി. അതിനുശേഷം അടുത്ത ഹെഡിങ് കൊടുക്കുക, കറണ്ട് ഇലക്ട്രിസിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ദ എമൗണ്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചാർജ് പാസിംഗ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടർ ഇസ് കോൾഡ് ചാർജ്. കണ്ടക്ടർ ഇസ് കോൾഡ് കറണ്ട്. അത് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഇക്വേഷൻ എഴുതുക. നമുക്കറിയാവുന്ന നോർമൽ ഇക്വേഷൻ I = q/t എഴുതുക. പിന്നെന്താ? I = dq/dt എഴുതുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ, അതിനുശേഷം നിങ്ങൾ യൂണിറ്റ് ഒക്കെ എഴുതണം. ആംപിയർ ആണ് യൂണിറ്റ് എന്നൊക്കെ എഴുതിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കറണ്ട് ഓഫ് എ ചാർജ് ഓഫ് q = 2t² - t flows through a conductor in 1 second. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ. അങ്ങനെ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ഫോമാണ്, ഈ ഫോം മറക്കരുത്. dx(n/dx) = nx⁻n−1. നിങ്ങൾക്ക് ഹോംവർക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 4tq - ½ t² - t. A charge of 4tq - ½ t² - t flows through a conductor in 2 seconds. And what about the current passing through? That will be your homework. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ട എങ്ങനെയെന്ന് അറിയാമല്ലോ. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dq/dt ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനകത്ത് എന്തിട്ട് കൊടുത്താൽ മതി? 2 സെക്കൻഡ് ഇട്ട് കൊടുത്താൽ you will get the amount of current passing through it. Clear? And that's all about
ദ പ്രോബ്ലം ബേസ്ഡ് ഓൺ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കറണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു, ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഒരു ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ? നമ്മളപ്പം നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് നമുക്കറിയാം, ഒരു കണ്ടക്ടർ ഞാൻ എടുത്ത് വെക്കുകയാണ്, ഇത് കണ്ടക്ടർ. അപ്പോൾ ഇവിടുന്ന് കയറുന്ന ഇലക്ട്രിക് കറണ്ട് ഒരു 5 ആംപിയർ കറണ്ടാണ്. ഇതാ ഇവിടെ ചെല്ലുമ്പോൾ 3 ആംപിയറും അതുപോലെ തന്നെ 2 ആംപിയറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം ഇലക്ട്രിക് കറണ്ട് ഒരു ഡിഫൈൻഡ് ഡയറക്ഷൻ ഉണ്ട്, കണ്ടോ, ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും ഇലക്ട്രിക് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറയും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിൻ്റെ കാരണം? ഇപ്പോൾ ചില ടേംസ് നമ്മൾ വേറൊരു പേരിൽ പറയും, ഇറ്റ് ഈസ് എ ടെൻസർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇലക്ട്രിക് കറണ്ട് ഇസ് എ ടെൻസർ ക്വാണ്ടിറ്റി. ടെൻസർ ക്വാണ്ടിറ്റി മീൻസ് ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഫ്ലോസ് ത്രൂ എ പ്ലെയിൻ ഇസ് ഡിഫൈൻഡ് ആസ് എ ടെൻസർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളത് ലോവർ ക്ലാസ്സിലൊന്നും പഠിക്കേണ്ട, നമ്മളിനി ഹയർ ക്ലാസ്സിൽ ഡിഗ്രി മെയിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ടെൻസർ ക്വാണ്ടിറ്റി ആണ് കറണ്ട് എന്ന് നിങ്ങൾ തൽക്കാലം ഇപ്പം ആലോചിക്കേണ്ട. നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഒരു കാരണമേ ഉള്ളൂ, ഇറ്റ് ഡസൻറ്റ് ഒബേ വെക്റ്റർ ആൾജിബ്ര. ആൾജിബ്രിക്, അതായത് വെക്റ്റർ അഡീഷൻസ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും അത് വെക്റ്റർ ഫോം എന്ത് ചെയ്യണം, ഒബേ ചെയ്യേണ്ടി വരും. വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യും, വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഒബേ ചെയ്യും. പക്ഷേ ഇലക്ട്രിക് കറണ്ട് ഒരിക്കലും വെക്റ്റർ ആൾജിബ്ര ഒബേ ചെയ്യില്ല, ഇറ്റ് ഡസൻറ്റ് ഒബേ വെക്റ്റർ അഡീഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രത്യേകം ലോസ് പഠിക്കാനുണ്ട്. ക്രിച്ചോഫ്സ് ലോ ഒക്കെ നമ്മൾ ഇനി ഓൾറെഡി പഠിക്കും. സോ ഇലക്ട്രിക് കറണ്ട് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഒബേ വെക്റ്റർ അഡീഷൻ. വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു, SI യൂണിറ്റാണ് ഞാൻ പറഞ്ഞത്, ആംപിയർ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആംപിയർ. ഇനി ഇലക്ട്രിക് കറണ്ടിൻ്റെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ് ആംപിയർ ആണ്. സ്റ്റാറ്റ് ആംപിയർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, മത്സര പരീക്ഷകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. സ്റ്റാറ്റ് ആംപിയർ ആണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ CGS യൂണിറ്റ്. CGS യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇസ് സ്റ്റാറ്റ് ആംപിയർ. സോ അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഡിഫൈൻ ചെയ്തു, നമ്മൾ അതിൻ്റെ യൂണിറ്റ് പറഞ്ഞു, അത് എന്ത് ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു, ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതിൻ്റെ CGS യൂണിറ്റ് വരെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു ടേമാണ്. കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, current density. What is current density? Current density is the amount of electric current passing through a conductor in unit cross sectional area of a unit cross sectional area, or the amount of current passing through the unit cross sectional area of a conductor is called current density. അപ്പോൾ ഈ കറണ്ട് ഡെൻസിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ അതിനെ നൊട്ടേറ്റ് ചെയ്ത് J വെച്ചിട്ടാണ്. ഞാൻ എന്നിട്ട് മേളിലൊരു ക്യാപ്പ് വരയിട്ട് കൊടുത്തു, അതിൻ്റെ അർത്ഥം അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നാണ്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് കറണ്ട് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വെയർ യു നോ ദാറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓർ ഏരിയ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഏരിയ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കറണ്ട് ഡെൻസിറ്റിയുടെ ഇതാണ്. കറണ്ട് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ ഞാൻ പറയാം. കറണ്ട് ഡെൻസിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് പാസിംഗ് പെർ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ കണ്ടക്ടർ ഓർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. 1 മാർക്കിനോ 2 മാർക്കിനോ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പ്രോബ്ലമും വരാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ, കറണ്ട് ഡെൻസിറ്റി J വെക്റ്റർ ഇസ് ഈക്വൽ ടു I ബൈ A വെക്റ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് എഴുതാൻ പോവുകയാണ്. യൂണിറ്റ് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? ആംപിയർ ആണ്. ഏരിയ ഓഫ് ക്രോസ് യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ ആണ്. അതായത് അല്ലെങ്കിൽ ആംപിയർ മീറ്റർ റേസ് ടു -2 ഇസ് ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയർ മീറ്റർ റേസ് ടു -2. അതാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ കുറച്ച് ടേംസ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം, മീൻ ഫ്രീ പാത്ത്. അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിക്കാനുണ്ട്. I=NE AVD എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ.